തൃശൂർ പൂരം വീണ്ടും വാർത്തകളിൽ നിറയുന്നു. പോലീസിനെതിരെ ഉയർത്തിയ ആരോപണത്തിൽ അന്നത്തെ കമ്മീഷണറെ വെള്ളപൂശിയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന് കണ്ടതോടെ സർക്കാർ അത് മുക്കി. എന്നാൽ നിലമ്പൂർ MLA PV അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ADGP MR അജിത് കുമാറാണ് ഈ കേസ് അന്വേഷിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു തൃശൂർ പൂരത്തിനിടെ പോലീസിന്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടായത്. ഈ സംഭവത്തോടെ BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്ക് ജില്ലയിൽ കൂടുതൽ മുൻതൂക്കം കിട്ടി. കമ്മീഷണറുടെ ഇടപെടൽ കാരണം വെടിക്കെട്ട് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ 12 മണിക്കൂറോളം വൈകി. ഈ സമയം അത്രയും സംസ്ഥാന സർക്കാരും മുൾമുനയിലായി. പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയം ആയുധമായി എടുക്കുകയും ചെയ്തു. തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിന് മന്ത്രിമാരായ K രാജൻ, ബിന്ദു എന്നിവർക്ക് നേരിട്ട ചുമതല നൽകിയിരുന്നു. അവർ അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. എന്നാൽ പൂരത്തിന്റെ തലേന്ന് തന്നെ പോലീസ് അനാവശ്യ ഇടപെടലുകൾ നടത്തിയിട്ടും മന്ത്രിമാർക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് പൂര ദിവസത്തെ പോലീസിന്റെ അനാവശ്യ ഇടപെടൽ. തൃശൂർ പൂരത്തിലെ പോലീസിന്റെ ഇടപെടൽ കാരണം തിരഞ്ഞെടുപ്പിൽ BJPയുടെ സുരേഷ് ഗോപിക്ക് 50,000-ലേറെ വോട്ടുകൾ മറിഞ്ഞെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. ഇതൊക്കെ കമ്മീഷണർ മുൻകൂട്ടി ചെയ്തതാണെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. BJPക്ക് വേണ്ടി കേരള പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇടപെട്ടു നടത്തിയ നാടകമാണെന്ന ആരോപണം ഇടതുമുന്നണി പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. ഇതൊക്കെ അന്വേഷിക്കാനാണ് ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി നിയമിച്ചത്. എന്നാൽ അദ്ദേഹം കമ്മീഷണറെ വെള്ളപൂശിക്കൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ട് പുറം ലോകം കണ്ടാൽ ഇടതുമുന്നണിക്കകത്ത് തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നും ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കുമെന്നും മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാമായിരുന്നു. അതിനിടെ തൃശൂർ പൂരത്തിനിടെ ഉണ്ടായ പോലീസ് ഇടപെടൽ സംബന്ധിച്ച് ADGP അജിത് കുമാറിന് അറിയാമായിരുന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു. എന്നാൽ ഭരണതലത്തിൽ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനെതിരെ അന്ന് നടപടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് PV അൻവർ MLA ADGPക്കെതിരെ ആരോപണ ശരങ്ങൾ എയ്തത്. പൂരത്തിനിടെ അനാവശ്യ ഇടപെടൽ പോലീസ് നടത്തിയെന്നും പോലീസിനെതിരെ ജനരോഷം ശക്തമാകാൻ ഇത് കാരണമായെന്നും ഇന്റലിജൻസ് ഉൾപ്പെടെ കണ്ടെത്തിയിട്ടും കൂടെയുള്ള ഉദ്യോഗസ്ഥനെ സഹായിക്കുന്ന തരത്തിലായിരുന്നു അജിത് കുമാറിന്റെ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് സംസ്ഥാന ഇന്റലിജൻസ് കൈമാറുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് ADGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. അന്വേഷണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രശ്നങ്ങളിൽ ഗൗരവമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മാത്രമല്ല, തെരഞ്ഞെടുപ്പായതിനാൽ സർക്കാരിന് ഇപ്പോൾ നടപടിയെടുക്കാൻ പരിമിതിയുണ്ടെന്നും മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയതോടെ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ല. പോലീസിനെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടാൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ അതിനെ ആയുധമാക്കുമെന്നും തൽക്കാലം അത് പുറത്തുവിടേണ്ടെന്നും സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തി വീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് പരിധി വിട്ടതാണ് വിവാദമായത്. ഇതോടെ എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായി. രാത്രി പൂരം കാണാനെത്തിയവരെ സ്വരാജ് റൗണ്ടിൽ കടക്കാൻ അനുവദിക്കാതെ വഴികളെല്ലാം കെട്ടിയടച്ചിരുന്നു. പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് മാരത്തൺ ചർച്ചയ്ക്കൊടുവിൽ 4 മണിക്കൂർ വൈകി പകൽ വെളിച്ചത്തിലാണ് നടത്തിയത്. ഉറക്കം വിളിച്ച് കാത്തിരുന്നിട്ടും വെടിക്കെട്ടിന്റെ വർണ്ണഭംഗി ആസ്വദിക്കാൻ പൂരപ്രേമികൾക്കായില്ല. പൂരത്തലേന്ന് തന്നെ പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ തുടങ്ങിയിരുന്നു. മഠത്തിൽ വരവിനിടെ ഉത്സവ പ്രേമികൾക്ക് നേരെ കയർക്കാനും പിടിച്ചു തള്ളാനും മുന്നിൽ നിന്നത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് നേരിട്ടായിരുന്നുവെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എടുത്തോണ്ട് പോടാ പട്ട എന്ന് പറഞ്ഞ് കമ്മീഷണർ കയക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇതിന് പിന്നാലെ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകൾ പോലീസ് തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കുടമാറ്റത്തിന് മുമ്പായി ഗോപുരത്തിനുള്ളിലേക്ക് കുടകൾ കൊണ്ടുവന്നപ്പോഴാണ് തടഞ്ഞത്. പിന്നീട് ഇവരെ അകത്ത് പ്രവേശിപ്പിച്ചു. തൃശൂർ പൂരത്തിന് പോലീസ് അമിതമായി ഇടപെട്ടതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു വരുന്നതിനിടയിലാണ് ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അനാവശ്യ ഇടപെടലാണെന്ന് വ്യക്തമായിട്ടും ADGPയുടെ റിപ്പോർട്ട് അതിനൊക്കെ വിപരീതമായിരുന്നു. അതാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. ഇക്കാര്യങ്ങളാണ് പൂരം കുളമാക്കിയത് ADGP എന്ന അജിത് കുമാറിനെ PV അൻവർ MLA വിശേഷിപ്പിച്ചത്.
തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാൽ ആ സമയത്ത് സർക്കാർ നടപടികളൊന്നും എടുത്തിരുന്നില്ല. അതിന് പരിമിതികളുണ്ടെന്നാണ് മുഖ്യന്റെ മറുപടി. അത് മാറിയതോടെ തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. അത് മാത്രമാണ് നടപടി. ഇപ്പോൾ അദ്ദേഹം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് ജോലി നോക്കുന്നത്. അതിനിടെ പൂരം നടത്തിപ്പ് അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടന്നതായി ആരോപിച്ച് മുൻ മന്ത്രിയും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ രംഗത്തെത്തി. പൂരം നടത്തിപ്പിൽ പോലീസിന് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളതാണെന്നും അക്കാര്യം അന്നു തന്നെ താൻ ഉന്നയിച്ചിരുന്നതാണെന്നും സുനിൽകുമാർ പറയുന്നു. എന്നാൽ അന്ന് തൃശൂരിൽ ക്യാമ്പ് ചെയ്തിരുന്ന ADGP MR അജിത് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും സുനിൽകുമാർ അറിയിച്ചു. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് അന്ന് തന്നെ അന്വേഷണം നടത്തിയിരുന്നു. 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് പറഞ്ഞതെങ്കിലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നതായും സുനിൽകുമാർ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് താൻ കത്ത് നൽകുമെന്നും സുനിൽകുമാർ അറിയിച്ചു. പകൽപൂരത്തിനെ സംബന്ധിച്ച് അന്ന് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി വരെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പുലർച്ചെ ആംബുലൻസിൽ വന്നതും RSS നേതാക്കൾ നാടകീയമായി പ്രത്യക്ഷപ്പെട്ടതും യാദൃച്ഛികമല്ല. പൂരം കലക്കാൻ പിന്നിൽ LDF ആണെന്ന് വരുത്തി തീർക്കാൻ BJP RSS ശ്രമം നടത്തി. അതിന്റെ ദോഷഫലം LDF സ്ഥാനാർത്ഥിയായ തനിക്കാണ് ബാധിച്ചതെന്നും സുനിൽകുമാർ പറയുന്നു. താനടക്കം പ്രതിക്കൂട്ടിലായി. ആരാണ് മേളം നിർത്തിവെക്കാൻ തീരുമാനിച്ചത്? വെടിക്കെട്ട് വേണ്ടെന്ന് ആരാണ് തീരുമാനിച്ചത്? പിന്നിൽ RSS പോലീസ് ഗൂഢാലോചന ഉണ്ടോ എന്ന് തനിക്കറിയില്ല. അത് പുറത്തുവിടേണ്ടത് സർക്കാരാണ്. ലോക്സഭാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിഷയത്തിൽ ഇടപെടുന്നതിൽ അനൗചിത്യമുണ്ടായിരുന്നുവെന്നും സുനിൽകുമാർ പറയുന്നു.